ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കോഴിക്കോട്ടുള്ള അക്വാ ടണൽ മറൈൻ എക്സിബിഷൻ കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. നമുക്ക് പോയി നോക്കാം. ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇത് നമ്മളെ എൻട്രൻസ് ആണ് കേട്ടോ. എൻട്രൻസ് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ പക്ഷികളുടെ ഒരു കളക്ഷനാണുള്ളത്. അവർ അവിടെ കൂട്ടിലെല്ലാം കുറേ മരത്തിൻ്റെ കമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലവർ എന്താ പറയുക, ഓപ്പൺ സ്പേസിലാണ് പക്ഷികൾ ഇരിക്കുന്നത്. നമ്മളെ മുന്നിൽ കൂടെ പറക്കും, നമ്മളെ തലയുടെ മുകളിൽ കൂടെയൊക്കെ പറക്കുക. നല്ല രസമായിരുന്നു. ഒരു വെറൈറ്റി ഫീലിംഗ് തന്നെയായിരുന്നു. പക്ഷികളുടെ ആ ഒരു ഏരിയ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മൃഗങ്ങളെയാണ് കേട്ടോ. മൃഗങ്ങളെയൊക്കെയാണ് കാണിക്കുന്നത്. അത് ഓരോന്നും അവർ കൂട്ടിൻ്റെ സൈഡിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ഏത് രാജ്യത്തു നിന്നാണ് കൊണ്ടുവന്നത്, അതിൻ്റെ ഫുഡ് എന്താ, എത്ര വർഷം വരെ അത് ജീവിക്കും, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫിഷിൻ്റെ ഏരിയ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതിൽ അക്വേറിയത്തിൽ ഇങ്ങനെ ഓരോ ബോക്സ് ആയിട്ടാണ് ആ തുടക്കത്തിൽ ഇവർ ഇത് കാണിച്ചിരിക്കുന്നത്. ഇതിലൊക്കെ ഈ ഫിഷിൻ്റെ നെയിമും അതേത് രാജ്യത്തുള്ളതാണെന്നൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലൈഫ് സ്പാനൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലൂ റിംഗ് ഏഞ്ചൽ ഫിഷാണ്. കോറൽസിൻ്റെ ഇടയിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് കാണുന്നത്. ടൈഗർ സ്കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഏഞ്ചൽ ഫിഷാണേ.
ഇത് നമ്മളെ സ്റ്റിംഗ് റേസ് ആണ്. ഷാർക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. ഇതിൻ്റെ വാല് കണ്ടില്ലേ, അത് നല്ല പോയിസൺ ഉള്ളതാണെന്നാണ് പറയുന്നത്. ഇത് സമുദ്രത്തിലൂടെ നീന്തുന്നത് നമ്മൾ ആകാശത്തിൽ പക്ഷികൾ പറക്കുന്ന പോലെയാണ്. നല്ല രസമല്ലേ കാണാൻ. ഇത് ഒരു കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ്. ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ഒരു മത്സ്യകന്യകയും കന്യകനും നീന്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവർ നമുക്ക് നല്ല ഹായ് ഒക്കെ തരുന്നുണ്ട്, കൈയൊക്കെ തരുന്നുണ്ട്. ഇത് അലിഗേറ്റർ ഫിഷാണ് കേട്ടോ. വളരെ വലിയ ഫിഷാണ് ഇത്. ഇതിൻ്റെ വൈറ്റ് വെറൈറ്റിയും വരുന്നുണ്ട്, ആൽബിനോ അലിഗേറ്റേഴ്സും വരുന്നുണ്ട് കേട്ടോ. ഈ അലിഗേറ്റർ ഫിഷേ വെള്ളത്തിലൂടെ നടക്കുന്ന പോലെയാണ് തോന്നുന്നത് കേട്ടോ. എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇത് അരാപ്പൈമ വെറൈറ്റി ഫിഷാണ്. എന്തൊരു ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു നീന്തുന്ന ആ ഒരു സ്റ്റൈലൊക്കെ കാണാൻ. ഒരു പ്രത്യേക ഒരു റെഡ് ഷെയ്ഡും കൂടെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ടെയിലിൻ്റെ ഭാഗത്തൊക്കെ. ഇതൊരു അമേരിക്കൻ വെറൈറ്റിയാണ്. റിവറിലാണ് കാണപ്പെടുന്നത്, ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നതാണ് കേട്ടോ. ഈ അരാപ്പൈമ വെറൈറ്റി ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു ഫിഷാണ്. വലിയ ടാങ്കിലൊക്കെയാണ് കേട്ടോ ഇതിനെ വളർത്തുന്നത്. ഇവിടെ കണ്ടോ ഒരു ബ്ലാക്ക് മീശക്കാരൻ. ഇത് ക്യാറ്റ് ഫിഷാണ്, ഒരു സ്കാവഞ്ചർ ടൈപ്പ് ഫിഷാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പം ട്യൂബുലാർ അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ മറീൻ ഫിഷിൻ്റെ ഒരു അത്ഭുത ലോകം തന്നെയാണ്. നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ വരെ ഈ വലിയ വലിയ ഫിഷുകൾ നീന്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവരുടെ ശരീരത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ഈ അക്വേറിയത്തിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് പോയി ടച്ച് ചെയ്യാനൊക്കെ തോന്നും, അത്ര രസമാണ്. വളരെ നല്ല രീതിയിലാണ് ഈ എക്സിബിഷൻ ഇവർ അറേഞ്ച് ചെയ്തത്. നമുക്ക് 120 രൂപയൊന്നും ഒട്ടും നഷ്ടമില്ല. അത്രയും നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ ഫിഷൊക്കെ വളരുന്നത്. ഇത് കോയി ഫിഷാണ് കേട്ടോ. ലൈഫ് സ്പാൻ ഒരു 50 ഇയേഴ്സ് വരെ ഉണ്ട്. നല്ല ബ്രൈറ്റ് കളേഴ്സാണ്. ഇവർക്ക് നല്ല ഗ്രൂപ്പായിട്ട് കഴിയാനാണ് ഇഷ്ടം. ഒരു സോഷ്യൽ ഫിഷാണ്.
ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. GMO ഫിഷ് അല്ലെങ്കിൽ ഗ്ലോ ഫിഷിൻ്റെ ഏരിയ. ഇതൊരു മാൻമെയ്ഡ് വെറൈറ്റി ഫിഷാണ്. ജെല്ലി ഫിഷിൻ്റെ ജീൻ ഉപയോഗിച്ച് മറ്റുള്ള മത്സ്യങ്ങളിൽ ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയ ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്യൂരിറ്റി അളക്കാനാണ് ഉപയോഗിച്ചത്. പിന്നെ ഇതിൻ്റെ ഭംഗി കാരണം അക്വേറിയങ്ങളിലും യൂസ് ചെയ്ത് തുടങ്ങി. ഇത് സിൽവർ മൂൺ ഫിഷാണ് കേട്ടോ. ഇവരിങ്ങനെ ഗ്രൂപ്പായിട്ടാണ് കഴിയുന്നത്. ചെറിയ ചെറിയ ഫിഷസൊക്കെയാണ് ഇവരെ ഫുഡ്. ഇത് നമ്മളെ സ്റ്റാർ ഫിഷാണ്. ഇതിൻ്റെ കാല് കണ്ടോ അനങ്ങുന്ന, ട്യൂബ് ഫീറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വെച്ചിട്ടാണ് അത് ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതും പിന്നെ ഇരകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മളെ കടലിനടിയിലെ കൊട്ടാരമാണ് കേട്ടോ. കൊട്ടാരത്തിൻ്റെ ഡെമോ ആണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ നമ്മൾ ഫിഷിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്റ്റോളിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ കുറേ ചപ്പൽസ് ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്, സ്പ്രേ, പിക്കിൾസ്, അങ്ങനെ പലതരം ഐറ്റംസും അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മൾ എക്സിബിഷനൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി എക്സിബിഷനായിരുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്